അമേരിക്കയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറിയവരെയും വഹിച്ചുകൊണ്ടുള്ള മൂന്നാമത്തെ വിമാനവും ഇന്ത്യയിലെത്തി. ഈ 3 വിമാനങ്ങളും വന്നത് അമൃത്സറിലേക്കാണ്. അതൊരു പ്രത്യേക സന്ദേശം നൽകുന്നു എന്നുള്ളതും വ്യക്തമാണ്. ഇക്കുറിയും കൈവിലങ്ങണിയിച്ച് കാൽ ചങ്ങലയൊക്കെ ഇട്ടാണ് ഇവരെ എത്തിച്ചത്. ഇവിടെ ഇതാ വീണ്ടും വലിയ പ്രതിഷേധം ഉയരുന്നു. വലിയ തോതിൽ മനുഷ്യാവകാശ ലംഘനം നടന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ മറിച്ചുള്ള ചില വിവരങ്ങളും കൂടി പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഈ എല്ലാ രാജ്യദ്രോഹികളെയും ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കുമ്പോൾ ഈ രാജ്യത്തെ പ്രതിപക്ഷം ഇത്തരത്തിലൊരു വിലാപം ഉയർത്തുന്നത് സ്വാഭാവികമാണ്. ഇപ്പം മുംബൈ സ്ഫോടന കേസിലെ പ്രതികൾ പോലും എവിടെയാണ് പോയി അനധികൃതമായി കയറിയത്, ഒളിച്ചത്. അപ്പോൾ ഇത്രയും കാലം സുഖവാസമായിരുന്നു എന്നുള്ളതല്ലേ തെളിഞ്ഞിരിക്കുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ നിരോധിച്ചപ്പോഴും എന്തായിരുന്നു ഇവർ കിടന്ന് വിലപിച്ചത് അല്ലേ? മനുഷ്യാവകാശ ലംഘനം, ജനാധിപത്യ ധ്വംസനം അല്ലേ, ഭരണകൂട വേട്ട, ഭരണകൂട ഭീകരത, ഫാസിസം എന്നൊക്കെ. ഇപ്പോൾ കുറച്ച് സമാധാനം. അത് ഈ ഇടതനും വലതനും ഒരുപോലെ വിലപിക്കും, ഒരുപോലെയുണ്ട്. കാരണം രണ്ടുപേരുടെയും തോളിലിരിക്കുന്നവരാണല്ലോ അവർക്ക് രണ്ടുപേർക്കും എല്ലാ തരത്തിലുള്ള നേട്ടവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ ആ വിമാനവും വന്നിറങ്ങിയത് എവിടെയാണ്? അമൃത്സറിൽ അല്ലേ, പഞ്ചാബിൽ. അപ്പോൾ പിന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ ഏതൊക്കെ തരത്തിൽ രാജ്യത്തിനെതിരെ അല്ലേ പ്രവർത്തിക്കുന്ന തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. കാനഡ കൂടെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം. കാനഡയിൽ ആരാ വളർന്നു കയറി വന്നത് അല്ലേ? ഖലിസ്ഥാൻ തീവ്രവാദികളല്ലേ? അതിൻ്റെ പേരിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം ശിഥിലമായി ഒലഞ്ഞു. കാനഡയുടെ പ്രധാനമന്ത്രിക്ക് അയാളുടെ രാഷ്ട്രീയ ഭാവി അതോടെ അടഞ്ഞു. അപ്പൊ അധികം പ്രായവുമില്ല, 43-50 വയസ്സിനിടയ്ക്ക് കണ്ട് ഉള്ളൂന്ന് തോന്നുന്നു. ഇനിയും അയാളുടെ രാഷ്ട്രീയ ഭാവി അവിടെ വെച്ച് തീർത്തു. ട്രംപ് കണക്കിന് കൊടുക്കുകയും ചെയ്തു. വേണമെന്നുണ്ടെങ്കിൽ മര്യാദക്കിരുന്നു, ഇല്ല ഞാൻ പിടിച്ച അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കുമെന്ന് പറഞ്ഞു. ഇപ്പം ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ ഇവർ മനസ്സിലാക്കണം, കൂട്ടിച്ചേർക്കണം. ഇവിടെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ ഇവർക്കെല്ലാം നമുക്കെല്ലാം സുഖമായിരുന്നു എന്നുള്ളതാണ്. സാർ, ഞാൻ അതിൻ്റെ ചില ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട്, അതിലേക്ക് വരാം. അതായത് നമുക്കറിയാലോ 93-ലാണ് ബോംബെ സ്ഫോടനം നടന്നത്, മുംബൈ. അവിടെ വലിയ തോതിൽ ഒരു ഭീകരാക്രമണം നടന്നു. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആൾക്കാരാണത് ചെയ്തതെന്നൊക്കെ ഉള്ള വിവരങ്ങൾ പുറത്തു വന്നു. ആ കേസിൽ പിടികിട്ടാപ്പുള്ളികളായി ഇവിടുന്ന് മുങ്ങി പാകിസ്ഥാനിൽ സ്വൈരവിഹാരം നടത്തുകയായിരുന്ന ചിലർ ഇപ്പോൾ ഈ അമേരിക്കയിൽ നിന്ന് വന്ന ഈ വിമാനത്തിൽ ഉണ്ട്. അവരെയും ഇങ്ങോട്ടേക്ക് അമേരിക്ക കയറ്റി വിട്ടിരിക്കുകയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതാണ്ട് 1 കോടി രൂപ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ ഇതിനകത്തുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇവിടെ നിന്ന് ഇത്തരം ഈ കോൺഗ്രസ് ഭരണകാലത്ത് പല സ്ഫോടനങ്ങളും നടത്തിയിട്ട് പാകിസ്ഥാനിലേക്ക് മുങ്ങി. പാകിസ്ഥാൻ അവരെ അവിടെ സ്വൈരമായിട്ട് ഒളിപ്പിച്ചു. അവരവിടെ, പാകിസ്ഥാൻ എന്ന് പറയുന്നത് തീവ്രവാദികളുടെ ഹബ്ബാണ്. അവരവിടെ സ്വസ്ഥമായിട്ട് കഴിയായിരുന്നു. ഇവിടെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് മുങ്ങി. അപ്പം മോദി ഗവൺമെൻറ് 2014 വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇത്തരക്കാരുടെ ഒരു ലിസ്റ്റ് എടുത്തു. ആരൊക്കെ പാകിസ്ഥാനിൽ എവിടെയൊക്കെ ഉണ്ട്, ഏതൊക്കെ പ്രവിശ്യകളിൽ ഇവർ കഴിയുന്നു, എന്തൊക്കെയാണ് ഇവരുടെ വിശദാംശങ്ങൾ എന്നുള്ള ഒരു പട്ടിക തയ്യാറാക്കിയിട്ട് അത് പാകിസ്ഥാന് കൊടുത്തു. അത് UN പോലെയുള്ള ഏജൻസികൾക്കും കൊടുത്തു, അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങൾക്കും കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് ഇവരെ എത്രയും പെട്ടെന്ന് പിടികൂടി ഇന്ത്യക്ക് കൈമാറണം. പാകിസ്ഥാൻ ഇത് നിഷേധിച്ചു. ഇങ്ങനൊരു സംഭവമേ ഇല്ല, ഇവിടെ ഇന്ത്യയിൽ കുഴപ്പം കാണിച്ചിട്ട് സ്ഫോടനം നടത്തിയിട്ട് ഇവിടെ വന്ന് ആരും ഒളിവിൽ താമസിക്കുന്നില്ല, ഞങ്ങളങ്ങനെ ആരെയും ഒളിപ്പിച്ചിട്ടില്ല, ഇവരെല്ലാവരും ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഇന്ത്യ ഗവൺമെൻറ് നുണ പറയുകയാണ്, വ്യാജ പ്രചാരണം നടത്തുകയാണ് പാകിസ്ഥാനെ മോശക്കാരാക്കാൻ എന്നാണ് അവരന്ന് പറഞ്ഞത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു അജ്ഞാതൻ ഇതിൽ പലരെയും എത്തേണ്ടടുത്ത് എത്തിക്കാൻ തുടങ്ങി. സ്വർഗത്തിലേക്ക്, ഹൂറികളുടെ അടുത്തേക്ക് പറഞ്ഞുവിടാൻ തുടങ്ങി. കൃത്യമായിട്ട് ഇന്ത്യയിൽ പല കുഴപ്പങ്ങളും കാണിച്ചിട്ട് പാകിസ്ഥാനിൽ പോയി ഒളിച്ച പലരും
അജ്ഞാതൻ്റെ വെടികൊണ്ട് മരിക്കാൻ തുടങ്ങി. അത് പാകിസ്ഥാനിൽ മാത്രമല്ല കാനഡയിലും സംഭവിച്ചു. ഇതാണ് അവരെ ആകെ വിരളി പിടിപ്പിച്ചത്. പാകിസ്ഥാൻ എന്ത് ചെയ്തു? ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ പാകിസ്ഥാൻ ഇവർക്ക് ഇങ്ങനെ പാകിസ്ഥാനിൽ ഒളിപ്പിച്ചിരുന്ന ഈ വിധ്വംസക അല്ലെങ്കിൽ ഭീകരപ്രവർത്തകരെ കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി അവരെ മറ്റു പല രാജ്യങ്ങളിലേക്കും അയച്ചു. അങ്ങനെയാണ് ഇവർ ഇവിടെ എത്തിയതല്ലേ? അവിടെ നിന്നും അവർ അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറി. ഡയറക്റ്റായിട്ട് പാകിസ്ഥാനിൽ നിന്നല്ല, അങ്ങനെ നുഴഞ്ഞു കയറിയവരെയാണ് ഇപ്പോൾ ട്രംപ് കൃത്യമായിട്ട് ക്ലിപ്പ് ചെയ്തത്. ട്രംപ് അതിനകത്ത് കറക്റ്റ് സ്ക്രീനിങ് നടത്തിക്കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞല്ലോ ട്രംപ്, അനധികൃത കുടിയേറ്റം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അനധികൃത കുടിയേറ്റം അതിനകത്ത് നന്നായിട്ട് ഇടപെടും. അതിലാണ് ആദ്യം അദ്ദേഹം നീക്കം തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും ഇങ്ങനെയൊക്കെയുള്ള ക്രിമിനലുകളെ ഇത് നമ്മുടെ രാജ്യത്ത് കൊണ്ടിറക്കുമ്പോൾ എന്താ താലപ്പൊലിയോട് കൂടിയാണോ എതിരേൽക്കേണ്ടത്? ഇവരെ കയ്യിലും കാലിലും വിലം കിട്ടു എന്ന് പറഞ്ഞല്ലേ ഇവിടെ ഇവർ കടന്ന് വലിയ കുറ്റവാളികളാണ്. അവരെ എങ്ങനെയാണ് വിമാനത്തിൽ കൊണ്ടുവരുന്നത്? കൈയും കാലും വിലം ഇടാതെ വിമാനം പോലും ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാകത്തില്ല. അവർ ഹൈജാക്ക് ചെയ്താൽ എന്ത് സമാധാനം പറയും? ആര് പറയും ഇതിന് ഉത്തരം? അതുകൊണ്ട് സുരക്ഷിതമായ മാർഗത്തിലൂടെ തന്നെയാണ് അവരെ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. കൂടുതൽ അതിനെ സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ പുറത്തുണ്ട്. ഞാൻ അതും കൂടി പറയാം, അങ്ങ് കേട്ടുകൊള്ളുക. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ബൈഡൻ അവിടെ ഇരുന്ന കാലത്ത് സകല ഇന്ത്യ വിരുദ്ധന്മാർക്കും അമേരിക്കയിൽ നെഞ്ചും വിരിച്ചു നടക്കാം, ആരെയും ചീത്ത പറയാൻ. ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളും മുഴുവൻ വഷളാക്കിയത് ആരാണ്? ഈ ബൈഡന്റെ കാലത്ത് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ട്രംപ് വന്ന ദിവസം തന്നെ ട്രംപ് പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് മുമ്പ് തന്നെ ട്രംപ് പറഞ്ഞു, ഒരൊറ്റ എണ്ണത്തിനെ ഞാൻ ഇവിടെ നിർത്തില്ല, എല്ലാത്തിനെയും പാക്ക് ചെയ്യും എന്ന് ട്രംപ് പറഞ്ഞു. ഈ ആദ്യം കണ്ട ട്രംപ് അല്ല കേട്ടോ ഇപ്പോൾ. അതെ നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഈ ട്രംപിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ്, അതിന് അവരെ പറയുന്നത് ഇനാഗുറേഷൻ ഓഫ് പ്രസിഡന്റ് എന്നാണ്. അപ്പോൾ ആ ചടങ്ങ് നടക്കുന്ന ദിവസം തന്നെ ഈ ലിബർട്ടി ഹാളിൽ സിഖുകാരുടെ ഒരു മീറ്റിംഗ് നടന്നു, പന്നുവിൻ്റെ നേതൃത്വത്തിൽ. നമുക്ക് പന്നുവിനെ അറിയാം ആരാണെന്ന്. ഖാലിസ്ഥാൻ വാദികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുകയും ഫണ്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നയാളാണ് പന്നു. ഈ പന്നുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു വലിയ ഈ ഖാലിസ്ഥാൻ വാദികളുടെ ഒരു യോഗം നടന്നു. ആ യോഗത്തെ തുടർന്ന് FBI ആ അമേരിക്കയിലുള്ള പ്രധാനപ്പെട്ട ഗുരുദ്വാരകളെല്ലാം റെയ്ഡ് ചെയ്തു. ഈ സിഖുകാരുടെ ക്ഷേത്രങ്ങളാണ്, അവരുടെ മതകേന്ദ്രങ്ങളാണ്, ആത്മീയ കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ റെയ്ഡ് ചെയ്തപ്പോഴാണ് ഇത്തരക്കാർ പലരും അവിടെ ഒളിച്ചു താമസിക്കുന്നത് പിടിയിലായത്. അത് ഈ സിഖുകാർ മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ ഒളിവിലായിരുന്ന ഇസ്ലാമിക ഭീകരർ ഉൾപ്പെടെ അവിടെ നിന്ന് പിടിയിലായി എന്നാണ് ഞെട്ടിക്കുന്ന വിവരമാണ്. അങ്ങനെ 40 പേരെ കിട്ടി. ഈ വന്ന കൂട്ടത്തിൽ ഇങ്ങനത്തെ 40 പേരും കൂടെ ഉണ്ട്. കൊടും കുറ്റവാളികളാണ്, കൊടും ക്രിമിനലുകളാണ്. അതിൽ 12 പേര് കൃത്യമായിട്ടും സിഖുകാരാണ്, 8 പേർ സിഖ് ഇതര സമുദായത്തിൽപ്പെട്ടവരാണ്. അത് മനസ്സിലാക്കാമല്ലോ ആരൊക്കെയാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവരെയാണ് ഇപ്പോൾ വെള്ള പൂശി അവർക്ക് പച്ച പരവതാനി വിരിച്ച് ഇവിടേക്ക് കൊണ്ടുവരണമായിരുന്നു. അയ്യോ പാവങ്ങളാണേ, അവർ ജീവിക്കാൻ വേണ്ടി പോയതാണ്. എങ്ങനെ അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ 45-65 ഒക്കെ ലക്ഷം രൂപ ഏജൻറ്റുമാർക്ക് കൊടുക്കണം. ഇതിനകത്ത് ഏജൻറ്റുമാരുടെ തട്ടിപ്പിനിരയായ ചില ആൾക്കാരുമുണ്ട്. ഈ മലയാളികളൊക്കെ പലരും അങ്ങനെ ചെന്ന് പെട്ടവരാണ്. അത് വാസ്തവം. അങ്ങനെയുള്ള എല്ലാവരെയും അമേരിക്ക ഈ രീതിയിലല്ല കൈകാര്യം ചെയ്യുന്നത്. ഇത് ഈ കൊടും കുറ്റവാളികൾ അടങ്ങുന്ന, ഇതുപോലെ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചവർ, അമേരിക്കയിൽ പെൺകുട്ടികളെ റേപ്പ് ചെയ്തവർ, ഇങ്ങനെയുള്ളവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഇവർ ഈ പ്രതിപക്ഷം ഇതിനെ കാണുന്നതെന്നറിയാമോ? ട്രംപ് മോദി ബന്ധമെന്ന് പറയുന്നത് അത് വളരെ വഷളായിരിക്കുന്നതാണ് എന്നൊക്കെയുള്ള രീതിയിൽ. ഇത് പുറമെ മാത്രമാണ്, അതൊരു പ്രൊപ്പഗാൻഡയാണ്. ആണോ ഇത്തരത്തിലുള്ള യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷം പോലും ഈ തീവ്രവാദ പ്രവർത്തനമാണ് നടക്കുന്നത്. തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവരും തീവ്രവാദികൾ തന്നെയാണെന്നുള്ളതല്ലേ. ഇവർക്ക് ഏതെല്ലാം തരത്തിലുള്ള രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത്? വിദേശങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ പ്രസംഗിക്കുകയല്ലേ ചെയ്യുന്നത്. രാഷ്ട്രീയം കാര്യങ്ങൾ വേറെ, പക്ഷേ അവിടെ നടത്തിയിട്ടുള്ളതല്ല. വിദേശത്ത് പോയി എന്തിനാണ് ഇങ്ങനെ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ഗവൺമെന്റിനെയും ഒക്കെ കുറ്റം പറയുന്നത്? ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളും പ്രസംഗവുമാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ സാർ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വാർത്തകൾ കുറേശ്ശെ പുറത്തു വന്നു തുടങ്ങി. ദേശീയ മാധ്യമങ്ങൾ അടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അത് മറ്റൊരു കഥ. പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒരക്ഷരം പ്രതിപക്ഷത്തുനിന്ന് ആരും മിണ്ടുന്നില്ല. ഏതാണ്ട് അവരുടെ വായടഞ്ഞ മട്ടാണ്.
ഇപ്പോൾ ഈ മൂന്നാമത്തെ ഫ്ലൈറ്റ് വന്ന് അതിൽ നിന്നും ആൾക്കാരെ ഡീപ്പോർട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അതിൽ നിന്നുള്ള ആൾക്കാരെ പുറത്തിറങ്ങി. നമുക്കറിയാം രണ്ടാമത്തെ ഫ്ലൈറ്റ് എത്ര പേര് വന്നിട്ടുണ്ടായിരുന്നു? 112 പേരാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ഫ്ലൈറ്റ് വന്നപ്പോൾ തന്നെ അതിൽ ഇറങ്ങിയ ചില ആൾക്കാരെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ തെളിയിക്കുന്നത് വളരെ കൃത്യമായിട്ട് ട്രംപ് ചെയ്യേണ്ട ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇത്തരക്കാരെ കുഴപ്പക്കാരായ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഇപ്പോൾ തഹാവൂർ റാണയെ നമ്മൾ നിരന്തരം നമുക്കൊരു തഹാവൂർ റാണയുടെ കഥയെ അറിയുള്ളൂ. അതിനപ്പുറത്തേക്ക് 1993 മുംബൈ ബോംബ് സ്ഫോടന പരമ്പര മുതൽ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ഒട്ടനവധി ആൾക്കാർ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയിലെത്തി സുഖവാസം നടത്തുകയായിരുന്നു. അവരെയാണ് പിടികൂടി ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. ഇത് ISI ഏജന്റുമാർ ആണ് ഇവരെ അവിടെ എത്തിച്ചതെന്നാണ് ട്രംപ് ഭരണകൂടം ഇന്ത്യ ഗവൺമെന്റിന് കൈമാറിയിരിക്കുന്ന വിവരം. എന്തായാലും അവിടെ വലിയൊരു ശുദ്ധികലശം നടക്കുക. തീർച്ചയായിട്ടും ട്രംപ് വളരെ കൃത്യമായിട്ട് അമേരിക്കയെ വെടിപ്പാക്കും. നമ്മുടെ ജോലി ഇത്തരം കുഴപ്പക്കാരായ ആൾക്കാരെ ഇന്ത്യൻ മണ്ണിലെത്തിയാൽ അപ്പം തന്നെ ഇവരെ കൽത്തുറങ്കിൽ അടയ്ക്കുക, വിചാരണ നടത്തി വേണ്ട ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അതുമായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് അല്ലെങ്കിൽ അതത് സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് ഇതുവരെ ലഭ്യമായ വിവരം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എത്ര ഫ്ലൈറ്റുകൾ വരും, അതിൽ ആരൊക്കെയാണ് വരാനുള്ളത്. ഒരുപക്ഷെ ദാവൂദ് ഇബ്രാഹിമും ഇങ്ങനെ ഇന്ത്യയിലേക്ക് വരുമോ എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.